ഒന്ന് കണ്ണു തുറന്നു കുഞ്ഞുവാവ. എന്നിട്ട് ആ തുറന്നിട്ട് ഇപ്പൊ വീണ്ടും ഉറങ്ങി. എന്നാ ശരി. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇതാ രണ്ടും കൂടി നല്ല ഉറക്കാൻ വിടാ. രണ്ടെണ്ണത്തിനെ വിളിച്ചെണീപ്പിക്കട്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്നൊരു മോർണിംഗ് വ്ലോഗ് എടുക്കാന്ന്. ഓ ദുഃഖു എണീറ്റാ? ഇന്ദ്രു ദുഃഖുവിനെ വേഗം എണീക്കും. വിളിച്ചാൽ ഇയാൾക്കാന്ന് എണീക്കാൻ കുറച്ച് മടി. ഇന്ദ്രു ഇന്ദ്രു എണീക്ക്, സ്കൂളിൽ പോണ്ടേ? ഞാൻ വിചാരിച്ചേ ഇന്നൊരു മോർണിംഗ് വ്ലോഗ് എടുക്കാന്ന്. കുറേ ആയി നമ്മളൊരു മോർണിംഗ് വ്ലോഗ് എടുത്തിട്ട്. പക്ഷെ ഞാൻ ഇന്ന് മോർണിംഗ് വ്ലോഗ് എടുക്കുന്ന കാര്യം എനിക്കോട് പറഞ്ഞിട്ടേ ഇല്ല. ജസ്റ്റ് അങ്ങോട്ടേക്ക് ഇറങ്ങുക, എന്താ പരിപാടി അത് വെറുതെ എടുക്കാന്ന് വിചാരിച്ചു. വെറുതെ രാവിലെ ഇപ്പം എനിറ്റപ്പം അങ്ങനെ എടുക്കാന്ന് വിചാരിച്ചതാണ്. ഇനി താഴെ ചെല്ലുമ്പോൾ അവളുടെ ചീത്തയാക്കി ചിലപ്പോൾ മോർണിംഗ് വ്ലോഗെല്ലാം എടുത്ത് വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് എന്തായാലും നോക്കി നോക്കാം. താഴെ പോവാ. ബാ ബാ സമയമായില്ലേ? ബാ ഇന്ദ്രു എഴുന്നേക്ക് വാ. ബാ സ്കൂളില്ലാത്ത ദിവസം കിടന്നുറങ്ങാം. താഴോട്ട് പോവാ. അമ്മ എന്താ ചായക്കടിയാക്കിയെന്ന് അറിയോ? അറിയില്ല? ദുഃഖനറിയോ? ഒന്നുമില്ല, ഐഡിയ ഇല്ല അല്ലേ? എന്നാ നമുക്ക് താഴെ പോയിട്ട് നോക്കാം. വാ. ഓ ഒന്ന് ഇറങ്ങി വാ മക്കളെ. ഉറക്കപ്പിച്ചിന്റെ ടീംസ് അങ്ങോട്ട് ഇത് രണ്ടും. ഇത് വരുന്നെല്ലാം കാണുമ്പോഴായിരിക്കും വെളുപ്പിനായിട്ട് എനിക്ക് പറഞ്ഞു. സമയം ഇപ്പൊ 7:45 കഴിഞ്ഞ് കണ്ടില്ലേ? അമ്മ വിളിക്കേണ്ട സമയം കഴിഞ്ഞ്. നികേ നികേ അടുക്കള ആളില്ലേ? നികേ ഞാൻ വലിയ മോർണിംഗ് വ്ലോഗ് ഒക്കെ എടുത്ത് വന്നതാണ്. സംഭവം നോക്കുമ്പോ അടുക്കള ശൂന്യം. ഗുഡ് മോർണിംഗ്. എന്തെങ്കിലും ഇരിക്കുന്നു? അതെയാ? ഏതാണ് ഇപ്പൊ ഇവിടെ മറ്റെന്ത് സാധനം മേടിക്കാൻ പോയി? ഇവിടെ ഇതെയാ മക്കളെ? അമ്മ നഹി ഹെ കിച്ചൻ മേ. അമ്മ നഹി ഹെ. അമ്മ നഹി ഹെ എന്താണ്? എവിടെ പോയി ഗൈസ്? കണ്ടില്ല. അപ്പം നമ്മുടെ രാവിലത്തെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ എപ്പോഴും കാണുന്നതൊക്കെ പോലെ തന്നെ നമ്മുടെ രാമേട്ടൻ ടീംസ് എല്ലാം അവിടെ ഇങ്ങനെ ഏറുന്നുണ്ട്. വരുന്നുണ്ട്. ഇതാ വരുന്നു. അങ്ങനെ മുട്ട എഗ്ഗ് വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടാ. ഗുഡ് മോർണിംഗ്. ഇങ്ങനെ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നീട്ടി. ഒന്നുമില്ല, ചുമ്മാ വെറുതെ ഒരു വ്ലോഗ് അങ്ങനെ എടുത്ത്. കൊറേ ആയില്ലേ നമ്മളൊരു മോർണിംഗ് വ്ലോഗെല്ലാം എടുത്തിട്ടെന്ന് വിചാരിച്ച്. ഞാൻ വലിയ കാര്യം അടുക്കളയിലേക്ക് ഒന്ന് നോക്കുമ്പോഴേ നിന്നെ കാണുന്നില്ല. അപ്പളാ അങ്ങനെ ഒരു ഭാഗ്യമൊക്കെ കിട്ടുവോ? അങ്ങനെ ഒരു ഭാഗ്യമൊക്കെ കിട്ടുവോ? നീ പോയേട്ടാ. നീ നിന്റെ ഒരു മൈനയാണ്. ലോകത്ത് മൊത്തം ഒരു മൈനയാണ്. ഇവളുടെ കൂടെ പോവാൻ കയ്യിൽ ഒരാക്കും. സത്യം. ഇവളുടെ കൂടെ പോയി കഴിഞ്ഞാ നീ അതും നോക്കി നടന്നിട്ടാന്ന്. നീ എപ്പോഴും ഈ മൈനിനെ നോക്കി നടക്കേണ്ട ആവശ്യം എന്താ? ലോകത്തുള്ള മൈനനെ മൊത്തം നീ കണ്ടുപിടിക്കും. ഞാൻ ആ സാമാനത്തിനെ കണ്ടില്ല. ഞാൻ നീ എപ്പ പറഞ്ഞാലും കണ്ടു എന്നോട് പറയല. അല്ല എന്താ പരിപാടി? മുട്ട പിടിക്കാൻ പോയതാ? മുട്ട ഉണ്ടായില്ല? മുട്ട വെച്ചിട്ട് എന്താ പരിപാടി അപ്പൊ രാവിലെ? മുട്ടക്കറി. അപ്പൊ മുട്ടക്കറിയും പിന്നെ എന്താ വേറെന്താ ചായക്കടി? മുട്ടക്കറിയുടെ കൂടെ എന്താ? ഒരു വെറൈറ്റി ഫുഡ്. എന്താ വെറൈറ്റി ഫുഡ്? എന്താ സംഭവം? എന്താ ആദ്യത്തെ അക്ഷരം പി? പിയാ? പി വെച്ചിട്ട് എന്താ? പി വെച്ചിട്ട് ചായക്കടി. പൊളി. വാ എന്താ പറ ഗസ്. പുട്ട? ദുഗു പൊറോട്ട. അതിനെങ്ങനെ പി വന്നത്? പൂവല്ലേ പുട്ട്? ഞാൻ ഇംഗ്ലീഷ് അക്ഷരാണെന്ന് പറഞ്ഞില്ലേ? ഓ ഇംഗ്ലീഷ് അക്ഷരം. അല്ല ഇതിനെങ്ങനെ മനസ്സിലായി? മോനി പുട്ട് ഇതുവരെ കിട്ടാത്ത സാധന? അമ്മയാ? അതിനമ്മ ഇതെങ്ങനെ പുട്ടുണ്ടിടിച്ച്? ഞാൻ പി എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പി മലയാളത്തില് പി വെച്ചിട്ട് എന്ത് അക്ഷരാന്ന് വിചാരിച്ച്. ഇംഗ്ലീഷിലെ പി ആണെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ എന്തായാലും ആണാ ഭയങ്കര ബിരുദൻ.
ദുഃഖൂര് പൊറോട്ട ആയിട്ട്. അപ്പൊ എന്നാ പിന്നെ വാ, നമുക്കൊരു കാര്യം ചെയ്യാം. പുട്ടും മുട്ടക്കറിയും ഉണ്ടാക്കുന്നത് കാണാം. ജീവിതത്തിൽ ആരും ചെയ്യാത്തൊരു വ്ളോഗ്, പുട്ടും മുട്ടക്കറിയും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. നിക്കിയുടെ പുട്ടും മുട്ടക്കറിയും. ലോകത്ത് ആരും ഉണ്ടാക്കാത്ത സാധനം അല്ലേ? ചെക്കൻ തെറ്റിയ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മറ്റേ കുമ്പിട്ട് മറ്റേ മാപ്പൽ ക്ഷമാപണമൊക്കെ നടത്തിയിട്ടാണ് വന്നത്. നിന്റെ പുട്ടും മുട്ടക്കറിയും കാണിക്കാൻ പോവല്ലേ? ലോകത്ത് ഇതുവരെ ആരും കാണിക്കാത്തൊരു വ്ളോഗല്ലേ ഇത്? അപ്പൊ അതുകൊണ്ട് പുട്ട് മുട്ടക്കറി. ഇത് നിനക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ സ്പ്രേ ചെയ്യാറില്ല. പക്ഷെ ഇല്ല, സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താ പരിപാടി ആയിരുന്നു? മുട്ടക്കറി വെക്കാനാ? മുട്ടക്കറിയൊക്കെ അപ്പൊ അതിന് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലേ? നേരത്തെ വെച്ച് പിന്നെ ഏറെ ചെയ്യാണ്ട് പീടി ഓർക്കൂലല്ലോ. തട്ടിക്കോ തട്ടിക്കോ. അതുകൊണ്ടാ നീ വിളിക്കാൻ വരാഞ്ഞ് പിള്ളേഴ്സിനെ? ഞാൻ വിളിക്കാന്ന് വിചാരിച്ചു. മക്കള് നേരത്തെ എണീറ്റ് വരൂലെന്ന് വിചാരിച്ചു. ഈ മുട്ടക്കറി വെക്കുന്നതില് മുട്ട വാങ്ങിക്കാൻ പോകുന്നതൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ മുട്ട ഉണ്ടാവും വിചാരിച്ചു നോക്കുമ്പോ 3 മുട്ട ഉണ്ടായിട്ടുള്ളൂ ഫ്രിഡ്ജില്. എത്തൂലല്ല. അപ്പൊ നിനക്കൊരു കാര്യം ചെയ്യണം, 3 മുട്ട മുറിച്ചിടണം. അപ്പൊ എത്ര മുട്ടയാവും? 6 മുട്ടയായില്ലേ? ബുദ്ധി വേണോടി, ബുദ്ധി. എനിക്ക് അങ്ങനെ ഇഷ്ടല്ല. എന്താ മുട്ടക്കറിയല്ല ആൽത്തോ? മുട്ടക്കറിയൊക്കെ നമ്മളെല്ലാം അങ്ങനെയല്ലേ കഴിക്കുള്ളൂ. മുട്ടയല്ലോ കറിയുടെ കൂടെ കഴിക്കുള്ളൂ. അപ്പൊ കഴിക്കുമ്പോ എപ്പോഴെങ്കിലും ഒരു പ്രോട്ടീൻ മുട്ട കഴിക്കണമെങ്കിൽ മുട്ട എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒപ്പം ഡെയിലി നമ്മൾ കഴിക്കണം എല്ലാവരും. മുട്ട പ്രോട്ടീനാ. പ്രോട്ടീൻ വേണ്ടേ? ഞാനേ യാതൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വ്ളോഗ് എടുക്കുന്നോണ്ട് തന്നെ എനിക്ക് ഇന്ന് എന്താണ് ഏതാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഞാനൊരു എന്തായിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളത് എടുക്കാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് വന്നത്. സ്ത്രീകളുടെ ലോകത്തുള്ള ഭാര്യമാരുടെ ടെൻഷൻ. രാവിലെ ചായക്കടി എന്താക്കും, ഉച്ചക്ക് തന്നാലുണ്ടല്ലോ ഞാൻ അറിയാതെ പോലും ഉണ്ടല്ലോ, അറിയാതെ പോലും ഇവളുടെ നികിടെ മറ്റേ വാട്സപ്പ് ഗ്രൂപ്പില്ലേ, കസിൻസ് ഉണ്ടാവുമല്ലോ, നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. നിങ്ങളെ വീഡിയോ കാണുന്ന എല്ലാ സ്ത്രീകളെയും കൂടി ചേർത്താൻ ഞാൻ പറയുന്നത്. കസിൻസ് ഗ്രൂപ്പൊക്കെ ഇല്ല ഇവരുടെ, ലേഡീസ് ഗ്രൂപ്പുകൾ, കസിൻസ് ഗ്രൂപ്പുകളൊക്കെ അതിലറിയാതെ പോലും നമ്മൾ ഓണാക്കി പോയത്. ഞാൻ അതിൻ്റെ ഒരു റീൽ എടുക്കുന്നുണ്ട്. അറിയാതെ ഭാര്യയുടെ കസിൻസ് ഗ്രൂപ്പ് എടുത്ത് നോക്കിയ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കും അറിയാമോ? ഇതിന് കുറെ ടീം ഉണ്ടല്ലോ, അജിഷ, മിന്നു, മറ്റേ സൂര്യ, അത് ഇതൊക്കെ. അമ്പലത്തിലെ അമ്മൂമാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അമ്പലത്തില് നന്ദു. അപ്പൊ അമ്പലത്തിലെ പരിപാടിയൊക്കെ അടുത്ത 5-6 മാസം കഴിഞ്ഞിട്ടായിരിക്കും അമ്പലത്തിലെ ഉത്സവം. അപ്പൊ തുടങ്ങിയിട്ടുണ്ടാവും ഇവിടുന്ന്. എടി ഉത്സവത്തിന് എന്താ ഇടുവാടി? സാരി ഇട്ട് തേച്ച് നമുക്ക് എല്ലാവരും ഒരുപോലത്തെ മറ്റേതാക്കാം, ലാച്ചി ആക്കാം, ലെഹങ്ക ആക്കാം. അപ്പൊ ബ്ലൗസ് ഉണ്ടാക്കുവാടി. അപ്പൊ മറ്റേ ഇത്, അപ്പൊ അതിനിതോ, അപ്പൊ ബ്ലൗസിന് കല്ല് വെക്കുവോ? അല്ലെങ്കിൽ വേണ്ട, മറ്റേ മുത്തുച്ചിട്ട് വെച്ചോ, അല്ലെങ്കിൽ ബാക്കിൽ കുടുക്ക് വെച്ചോ, അല്ലെങ്കിൽ മറ്റേ സിബ് ആക്കിക്കളെ സൈഡില്. ഫുൾ പാവാട വേണോ, അല്ലെങ്കിൽ കൈ എത്രത്തോളം വേണം, ഇറക്കമുള്ളത് വേണോ? അപ്പൊ പറ്റുള്ളൂ, ഇറക്കമില്ലാത്തത് മതി, അത് മതി, ഇത്. എന്റെ ദൈവമേ, ഗ്രൂപ്പ് നിറച്ച് ഈ സംഭവമായിരിക്കും. ഒരു ഡ്രസ് ആ ഉത്സവത്തിന്റെ അന്ന് ആ ഡ്രസ് ഇട്ട് തീരുന്നത്തോളം വരെ അതന്നെ സംഭവം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അപ്പൊക്കെ അടുത്ത അപ്പുറത്ത് ആരെങ്കിലും കല്യാണം, കുടുംബത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ടാവും. അപ്പൊ തുടങ്ങും കല്യാണത്തിന് എന്തിടുപടി. അപ്പൊ ഇവര് എല്ലാവരും ആലോചിച്ച് അവളത് എടുക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. അതെന്താ നമുക്ക് സാരി ഉടുത്താല്, എന്നാ പിന്നെ ഒരാൾ പറയും ലാച്ചി ഇട്ടാല്. എന്തോ ആയത് എനിക്ക് അറിയാണ്ട്. സ്ത്രീകളുടെ ഒരു കാര്യം പറഞ്ഞാലേ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ സന്തോഷം. നമ്മൾ എന്ത് കല്യാണം അല്ല, എന്ത് മറ്റേ മണ്ണാണ്, അപ്പാടെ പോവാ, തലേ ദിവസം പോവാ, എടുക്കുക, ഇടുക, പോവാ. ഇത് അങ്ങനെയൊന്നല്ല, ഇതെല്ലാം വെൽ പ്ലാനിങ്. എന്നിട്ട് വല്ല നടക്കുവോ? എന്റെ അവസാനം മറ്റേ വേടന കെട്ടിയ പോലെ ഉണ്ടാവുന്നത്. ഇത്രയും വലിയ പ്ലാൻ ആക്കിയിട്ട് അന്നേരത്ത് വരുമ്പോ അങ്ങനെയല്ല പറഞ്ഞത്. ആ വേടനല്ല പറഞ്ഞത്, നമ്മുടെ പാട്ടുകാരൻ വേടനല്ലട്ടാ പറഞ്ഞത്. ഈ മറ്റിങ്ങനെ പണ്ട് ഇങ്ങനെ വേടന കെട്ടിയെന്ന് പറഞ്ഞ് പറയുന്നത്, കണ്ണൊക്കെ എഴുതി എന്തെല്ലാം ഒരു കോലത്തിലൊക്കെ വരുന്നത്, അതിന് പറഞ്ഞു തന്നു. അങ്ങനെ വരുന്നത് പറഞ്ഞു തന്നു.
അപ്പൊ ഇതാണ് ഇവരുടെയൊക്കെ അവസ്ഥ ഗൈസ്. ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിൽ കേൾപ്പിച്ചു തരാം ഫുള്ള് ഇതായി. ഞാൻ വെറുതെ പറഞ്ഞല്ല. ഫുൾ എനിക്ക് തലക്ക് ഭ്രാന്തായി പോക്കാം. പുട്ടുണ്ടല്ലോ പുട്ടിൻ കറിയുണ്ടല്ലോ. ഞാൻ ഒപ്പേനെ വിളിക്കലുണ്ട്. ഒപ്പ ഒന്ന് ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാൻ പറഞ്ഞേനും വിളിക്കണ്ട പൊന്നെ, വിളിക്കണ്ട മുത്തേ, കഴിയൂല എനിക്ക്. അത് മറ്റേ ലോകോത്തര കാര്യങ്ങൾ ചർച്ച ചെയ്യണ ഒരു ഗ്രൂപ്പാണല്ലോ അത്. വല്ലതും അറിയുന്നുണ്ടോ? യുദ്ധവും മറ്റേതും മറിച്ചതൊക്കെയാണ് സമൂഹത്തില്. അറിയോ വല്ലതും? അപ്പൊ അതേപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നതിലൊക്കെ ഒരുപാട് പ്രവാസികളൊക്കെ ഉണ്ടാവും, അവരുടെ കുടുംബക്കാരുണ്ടാവും. എല്ലാവരും ഒരു ടെൻഷനൊക്കെ ഉണ്ട് എല്ലാവർക്കും. കാര്യം യുദ്ധവും കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നവരെയൊക്കെ നമ്മളൊക്കെ വിളിച്ചു ചോദിച്ചാൽ അവരൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാ പറയുന്നത്. നമ്മൾ ഈ മ്യൂസിക് കേൾക്കുന്ന അത്രയുള്ള പ്രശ്നങ്ങളൊന്നും അങ്ങോട്ടൊന്നും ഇല്ലെന്നാ പറയുന്നത്. അപ്പൊ ഇല്ലാതിരിക്കട്ടെ, യുദ്ധവും കാര്യങ്ങളൊന്നും ആർക്കും ഒരു അപകടം ഇല്ലാതിരിക്കട്ടെ, യുദ്ധം ഇല്ലാതിരിക്കട്ടെ, സമാധാനം എല്ലാവർക്കും വേണ്ടത് നമുക്ക് അല്ലേ. അപ്പൊ ഇവിടുത്തെ അംഗം തുടങ്ങാൻ പോകുന്നുണ്ട്. സ്കൂളിൽ പോകുന്ന തിരക്കായിരിക്കും. തുടങ്ങി ഇവിടെ ഓരോരുത്തർ. ഇയാൾക്കെന്താ ഒരു കുഞ്ഞുവാവക്ക് എന്ത് പറ്റി? ഞങ്ങളുടെ 7 വയസ്സായ കുഞ്ഞുവാവക്ക് എന്ത് പറ്റി? അയ്യോ അങ്ങനെ പറയല്ലേ, ഒരു കുഞ്ഞുവാവനെ പ്രസവിക്കുന്നുണ്ട്. ഒരു കുഞ്ഞുവാവ ഉണ്ടവേ. വേണ്ട അതെന്താ? കുഞ്ഞുവാവ വന്നാ പിന്നെ ഭയങ്കര കണ്ടന്റാ. കുഞ്ഞുവാവനോ നിങ്ങളെ നോക്കൂല അല്ലേ? മോളെ നോക്കിയില്ല? എന്നാ നിക്കടെ, എന്നാ ഒരു കുഞ്ഞുവാവ വന്നിട്ട് എന്നെ കാര്യം. എന്നാ ഒരു കുഞ്ഞുവാവ നിർബന്ധ. ഓ ഒരു ചായ തരാൻ നിനക്ക് ഈ സമയം കൊണ്ട് തോന്നിയല്ല. താങ്ക് യു. കൺമഷി സംശയിക്കും അല്ലേ? എടി അറിയാതെ എങ്ങാനും വല്ല ലിപ്സ്റ്റിക് തീർന്ന അപ്പൊ ലിപ്സ്റ്റിക് എന്റെ മുഖത്ത് കണ്ട തീർന്നു എല്ലാ പരിപാടി. അതെ എന്താ പിന്നെ കണ്ടന്റോട് കണ്ടന്റാ. ചായ പിടിക്കട്ടെ ഗൈസ്, ചൂട് പറക്കുന്ന ചായ. അപ്പൊ നിങ്ങൾ എല്ലാവരും ചായ പിടിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പൊ രാവിലെ ഒരു ചായയിൽ തുടങ്ങി നമുക്ക് എന്തിലെങ്കിലും ഒക്കെ ആയിട്ട് അവസാനിപ്പിക്കാം. അതെ അല്ലേ? അതെ ഓക്കെ. അത് സത്യം അല്ലേ? എന്താന്നറിയില്ല, അത് അങ്ങനെ ആയിപ്പോയി. വരാൻ പോണ്ടി. കണ്ട ഞാനിവിടെ ഇരുന്നോണ്ട് ഇതെല്ലാം പറഞ്ഞു തന്നില്ലേ? കേട്ടില്ലേ നിനക്ക്? വിസിലൊന്നല്ല. ഹായ് അല്ലടി കൂടെ ഒരു മുട്ടക്കറി ഒരു പുട്ട് ഉള്ളു ഈ വ്ളോഗില്. അത് നീ ഒന്ന് കാണിക്കാൻ വിടുന്നില്ലേ? ഇത് ഗൈസ് നിങ്ങളൊക്കെ ഇങ്ങനെയാണോ മുട്ടക്കറി വെക്കുന്നത്? കുറച്ചു കാലമായിട്ട് ഇങ്ങനെയാണ് മുട്ടക്കറി വെക്കല്. കാരണം മുട്ടക്കറി ഞാൻ പുള്ളിയിൽ അങ്ങ് കുക്കറിൽ തക്കാളി പച്ചമുളക് അത് വാടി വരുന്ന സമയം വേണ്ട, പെട്ടെന്ന് അങ്ങോട്ട് വാടും അല്ലേ? അപ്പൊ പക്ഷെ ഇതുപോലെ എന്ത് വീണ്ടും വാട്ടും ഒന്നും കൂടി ഇല്ല. ഇനി ഇത് മസാലകളെല്ലാം ഇടും. കുരുമുളക് അല്ല മല്ലിപ്പൊടി പെട്ടെന്നുള്ള മുട്ടക്കറിയാണല്ലോ ഇത്. മഞ്ഞപ്പൊടി, ലേശം മുളക് പൊടി. മുളക് പൊടി ലേശമായി പോയത്. എരിവ് വേണ്ടല്ലോ നിങ്ങൾക്ക് അധികം. അപ്പൊ ലേശം മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി. ഓ സോറി ഗൈസ്, ചെറിയൊരു കയ്യബദ്ധം. മല്ലിപ്പൊടി തീർന്നു കേട്ടാ. തീർന്ന മല്ലിപ്പൊടി. ചെലവുണ്ട്. തീർന്നു കേൾക്കുമ്പോ ഒരു ചങ്കിനകത്തൊരു പേര്. ചിക്കൻ മസാല, ഇറച്ചി മസാല ഇട്ടാലും മതി. ഇതിപ്പം ഇനി ഇറച്ചി മസാല പൊട്ടിച്ചിട്ട് വേണം തോന്നുന്നു. ചിക്കൻ മസാല അതുകൊണ്ട് ഞാൻ ചിക്കൻ മസാല ഇട്ട് ഇതൊന്ന് നല്ലോണം ഈ മസാലകളും കൂടി എല്ലാം കൂടി ചേർന്നൊരു മസാല രൂപത്തിലാവട്ടെ. ഞാൻ ഇളക്കാൻ ഞാൻ കയ്യിലില്ല ഇവിടെ. ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എടി പുട്ട് ഇതാവല്ലാടി, പുട്ട് ഇതിങ്ങനെ ചൂടാറി പോവല്ല. ഗൈസ് അപ്പൊ കാര്യമായിട്ടൊന്നും ഇല്ലാത്തൊരു മുട്ടക്കറി പറഞ്ഞ പോലെ നല്ല ഒരു കുഴമ്പായിട്ടുണ്ട്. കാണ്ടേത് നല്ലൊരു മസാല പരിവായിട്ടുണ്ട് ഗൈസ്. കാണാനൊക്കെ ഒരു രസമുണ്ട് കേട്ടോ. അപ്പൊ നിക്ക് ആക്കുന്ന പോലെ മുട്ടക്കറി ആക്കാത്തവർ എടി പറഞ്ഞോ, ഇത് പുതിയതാണല്ലോ.
ഈ വീട്ടിലെ പുതിയതാണുള്ളത്. അയ്യോ, പറയാൻ മറന്നുപോയി. ആ ഞങ്ങള് 1 മാസം കഴിഞ്ഞ് പുട്ടുവാനി വാങ്ങിച്ച്. പുതിയൊരു അതിഥി. പക്ഷെ എന്റെ ശ്രദ്ധയിൽ ഇതുവരെ പറ്റിട്ടില്ല. ഞാൻ അതിന് ശേഷം പുട്ടിന്റെ വ്ലോഗ് എടുത്തിട്ടില്ല അല്ലേ അമ്മ? പുതിയത് വാങ്ങി, പുതിയതങ്ങ് വാങ്ങിച്ചു. പുതിയത് വാങ്ങി. പാനി, അലുമിനിയം പാനി അതുകൊണ്ട് കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ആക്കിയിട്ട് പുട്ടും പാനി വാങ്ങി. ആഹാ, അപ്പൊ അവകാശമുണ്ടെന്ന്. മറ്റേ പാനി വീട്ടിലെ പഴയ പാനി വിറ്റതായോണ്ട് അതിന്റെ വിഹിത സണ്ടൊക്കെ എത്തിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു വിഹിതം അവളും പറ്റി. അങ്ങനെ പാനി കൊടുത്ത് പുട്ടും പാനി വാങ്ങി കൈസ്. ആ പുട്ടും പാനിയാണ് ഈ പുട്ടും പാനി. ഞാൻ പെട്ടെന്ന് ഈ നീല കളർ കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇവിടെ ഇങ്ങനെ നീല കളറിലെ സാധനം ഇല്ലല്ലോ. അതുപോലെ തന്നെ പഴയ ചെമ്പുവടം കൊടുത്തിട്ട് ഞങ്ങള് ചെമ്പ് അമ്മക്കൊരു ചെമ്പിന്റെ ചെമ്പുണ്ടായിരുന്നു. ചെമ്പ് എന്ന് പറയുന്ന വെള്ളം പിടിക്കുന്ന ചെമ്പ്. ആ വലിയ വട്ടളം പോലത്തെ. ആ ചെമ്പിന്റെ ഇഡ്ഡലി പാത്രം ഒന്നും ഞാൻ കണ്ടില്ലല്ലോ ഇത്. ഓ അതെയോ, അപ്പളേ വാങ്ങിച്ചതാ. അതിനെ ഞാൻ വെച്ച് നിങ്ങൾ ഇപ്പളാട്ടെ എന്തോ പറക്കി കൊണ്ടേ കൊടുത്ത് വാങ്ങിച്ചു. അതിനെന്താ കൊടുക്കുക നീ? ഗൈസ് ഇവിടെ വാങ്ങും. ഗൈസ് ഇവിടെ പുതിയൊരു സാധനം വാങ്ങുമ്പോ നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു. പഴയത് എന്തോ ഇവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മളെല്ലാം കൊടുത്തെന്തെങ്കിലും വാങ്ങുമെന്ന് പറയാൻ കഴിയില്ല. ഇനി പുതിയ സാധനം ഓരോന്ന് കാണുമ്പോ വിചാരിച്ചോ എന്തോ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പഴയത്. ഇവരൊന്നും പൈസ എന്തുവാ തേങ്ങാപ്പാല് അപ്പൊ ഇത് മറ്റേ 1-ാം പാല് 2-ാം പാല് തലപ്പാൽ അങ്ങനത്തെ ഉണ്ടോ? തലപ്പാലവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഓ, തലപ്പാല് മാറ്റി വെച്ചു. ഇത് വെറുതെ 2-ാം പാല് വെള്ളം അത് വെള്ളത്തിന് പകരം വെറുതെ ഒന്ന് കറക്കി വെച്ചത്. ശരിയായ പാലോടെ ഇരിപ്പുണ്ട് ഗൈസ്. പുട്ടിനായോണ്ട് കുറച്ച് ചാറ് വേണ്ടേ? ഇത് വീണ്ടും വെള്ളു. എന്തോ ഇത് മൊത്തം ജലപ്രവാഹമാണ്. ഇത് മൊത്തം മുട്ടക്കറി മൊത്തം ജലപ്രവാഹമാക്കുന്നു. ജലപ്രവാഹം മല്ലിയരയൊന്നുമില്ല. മല്ലിയര ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗൈസ് കണ്ടോ, നമ്മുടെ അടുക്കള നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ, പണ്ടേ പൊട്ടിയതാണ്. ചിന്നല് വീണു അവിടെ. അതുകൊണ്ട് എപ്പോഴും ഞാൻ അടുക്കള അന്നേ പറയുന്നില്ലേ, നമ്മൾ അടുക്കള ഒന്ന് സെറ്റാക്കണം എന്ന്, ഇതെല്ലാം ഒന്ന് മാറ്റണം, പരിപാടികളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒന്നും ആയിട്ടില്ല ഗൈസ്. നമ്മള് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ വന്ന് നമുക്ക് ഇതിനകത്തേക്ക് ഒരു പൈസ ഇറക്കാനുള്ള ബഡ്ജറ്റ് ഇല്ലാതിരിക്കുന്നു. കണ്ട പുട്ട്, അങ്ങനെ പുതിയ പുട്ട് കുറ്റിയിൽ പുട്ട് ചുടുന്ന നികി. അപ്പൊ ഭയങ്കര ആഗ്രഹമുണ്ട് ഈ അടുക്കള ഒന്നൊരു മോഡേൺ കിച്ചൺ ആക്കണമെന്ന്. പക്ഷെ മോഡുലർ കിച്ചൺ ആക്കണമെന്ന്. പക്ഷെ എന്താ പറയണ്ടേ, കഴിഞ്ഞിട്ടില്ല. കുറച്ചുകൂടി എന്താ പറയുക, ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയ മട്ടത്തിൽ ചെയ്താൽ അത് കാര്യം ചെയ്യുമ്പോ എന്തായാലും ഇനിയിപ്പോ നല്ലൊരു അടിപൊളി അടുക്കളായിരിക്കണം. കാര്യം വലിയ വലിപ്പമില്ലാത്ത അടുക്കളയല്ല. നിങ്ങളും ഇത് കണ്ടു മടുത്തിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാ വ്ലോഗിലും ഇത് കണ്ട് ഈ ഒരു അടുക്കള കണ്ട് നിങ്ങൾക്ക് വെറുപ്പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടല്ല, അങ്ങനെയല്ല. നമുക്ക് പുതിയ രീതിയിൽ മാത്രമല്ല, ശരിക്കും ഇങ്ങനെ അടുക്കള എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റണം. അങ്ങനെയുള്ള എന്തെങ്കിലും സജ്ജീകരണമാക്കാൻ പറ്റുമോ നോക്കണം. അതായത് അപ്പോഴാണ് നമ്മൾ ഈ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് മുന്നിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് മുന്നിൽ നിന്ന് എടുക്കാൻ കഴിയില്ല. കണ്ടോ, അതായത് ഇത് അടപ്പിന്റെ മുന്നിൽ നിൽക്കണം ഞാൻ. അങ്ങനെ ഷൂട്ട് ചെയ്യാൻ എന്നാലേ പറ്റുള്ളൂ. പക്ഷെ അപ്പൊ അതിനുള്ള ഫെസിലിറ്റി എന്തെങ്കിലുമൊക്കെ ആക്കാൻ പറ്റുമോ നോക്കണം. നമുക്ക് ഇവിടെ ഒരു കൗണ്ടർ ആക്കണം. ഈ ഇരിക്കുന്ന ഭാഗത്ത് ഒരു കൗണ്ടർ ആക്കണം. ഇപ്പുറത്തോട്ട് ഡൈനിങ്ങിന്റെ ഏരിയയിലോട്ട് കൊറേ കാര്യങ്ങളുണ്ട്. വരുന്നവര് വീഡിയോ കണ്ടിട്ട് വീട്ടിൽ വരുന്നവര് നമ്മളോട് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വീട്ടില് വരുന്നവരൊക്കെ പറയും വീഡിയോയിൽ കാണുന്ന പോലെ ഇത്ര വലുതല്ല അല്ലേ വീട്. വീഡിയോയില് നമ്മളെ വീട് ഭയങ്കര വലിയ വീടായിട്ടാണ് തോന്നല്. അത് കൊറേ ആൾക്കാർ പറയുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന അത്രയും വലുതല്ല അല്ലേ, വീഡിയോയിൽ കാണുമ്പോ ഭയങ്കര വലിയ വീട് പോലെയാ തോന്നലെന്ന് അറിയാനുണ്ട്. വീഡിയോ കാണുന്നവര് ഇനിയും വരുന്നവരുണ്ടെങ്കിൽ മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ നമ്മളോട് പറയുന്നത് ക്ഷീണിച്ചു പോയല്ല, വീഡിയോയിൽ കാണുമ്പോ ഭയങ്കര വീഡിയോയിൽ കാണുന്നത് അടിയില്ലല്ലാന്ന് പറയും. വീഡിയോയിൽ കാണുന്നത് അടിയില്ലല്ലാന്ന് പറയും. അത് വീഡിയോയിൽ കാണുന്നോണ്ടായിരിക്കും അങ്ങനെ. നമ്മുടെ വീട് അങ്ങനെ വലിയ വീടല്ല.
ആ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ. അതായത് ഇത് ജസ്റ്റ് ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീടാണ്. 2000 സ്ക്വയർ ഫീറ്റ് വീട് വലുത് തന്നെ അങ്ങനെയല്ല. പക്ഷെ നമ്മൾ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും എന്തോ വലിയ 4000-5000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണെന്ന്. പക്ഷെ 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള അതും ഞങ്ങൾ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല അല്ലെ. മുകളിൽ 2000 സ്ക്വയർ ഫീറ്റ് മുകളിലും കൂടി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ മുകളിലെ മറ്റേ ഇതൊക്കെ ഇല്ലേ, ബാൽക്കണി വർക്ക് ഏരിയ ഒക്കെ ഇല്ലേ, ഓപ്പൺ ഏരിയ ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് ചിലപ്പോൾ ഒരു 1600 സ്ക്വയർ ഫീറ്റേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു നോർമൽ ഒരു വീട് അതത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. നമുക്ക് പിന്നെ ഇത് കൊട്ടാരാണ് അല്ലേ. നമുക്ക് കൊട്ടാര സത്യം പറഞ്ഞത് 600-700 സ്ക്വയർ ഫീറ്റ് വീടേ നമുക്ക് പണ്ട് ഉണ്ടായിട്ടുള്ളൂ. അതിൽ നമ്മൾ ഇതിലേക്ക് വന്നപ്പോ നമുക്ക് വലിയ വീടാണിത്. ഇപ്പോഴും നമുക്കിത് മതി. ഇതിൽ കൂടുതൽ വലിപ്പായി കഴിഞ്ഞാൽ തുടക്കാനും പിടിക്കാനൊക്കെ പണിയാണ്. എനിക്ക് കൊറേ ആയി പറയുന്നത് വൃത്തിയാക്കുന്ന ഒരു റോബോട്ട് വാങ്ങണം അല്ല. എനിക്ക് ഓടി കിടന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു ജാനിക്കുട്ടിനെ വാങ്ങണമെന്ന്. പക്ഷെ ഞാനിങ്ങനെ വാങ്ങാതെ നിക്കണ്. അപ്പൊ നമ്മുടെ മുട്ടക്കറിയിലേക്ക് മുട്ട വീണുകൊണ്ടിരിപ്പുണ്ട്. എനിക്ക് രാവിലെ പോയി ഓടിപ്പോയി വാങ്ങിട്ട് വന്ന മുട്ട. ഇതിൽ നമ്മുടെ വീട്ടിലുണ്ടായ 3 മുട്ട ഏതാ, വാങ്ങിയ 3 മുട്ട ഏതാ കൃത്യമായിട്ട് പറയാം. എനിക്ക് നമ്മുടെ വീട്ടിലുണ്ടായ 3 മുട്ട മതി. ഇതാ ആര് നോക്കുന്നു? ഞാൻ വ്ലോഗ് എടുക്കണം, ഞാൻ നോക്കണം സമയം. അമ്മ എന്താ പിറക്കി തിന്നുന്നത് അവിടുന്ന്? സമയം ഇപ്പൊ 8:20 8:20. മക്കളൊക്കെ മാറ്റുന്നുണ്ടാവുന്നു. അമരക്കണ്ണുകളിൽ തളിരിട്ടതല്ലോ പൊന്നിൻ പുലർക്കാലം. മുട്ട വരത്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചു കള്ളി. എന്തായി മുട്ടക്കറി? ഞാൻ ആ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പിൽ വന്ന് പോയി അവിടെ ഇരുന്നു ഗൈസ്. നടുവേന എടുത്തിട്ടിരുന്നു. പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ. ഓ ഞാനിവിടെ ചമ്മന്തി എല്ലാം അരച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും പറയണ്ട. ഈ അടുക്കളയിൽ ചമ്മന്തി എല്ലാം അരച്ചിട്ടുണ്ട് ഞങ്ങള്. നീ വീണ്ടും ജനിക്കേണ്ടിയിരിക്കുന്നു മകളെ. കിട്ടും കിട്ടും നിനക്ക്. നീ എന്തുവാടി മുട്ട പകുതിയെല്ലാം കളയുന്ന? മോളെ മോക്കുള്ള മുട്ടേന്റെ വെള്ള പകുതി അമ്മ കളഞ്ഞു പുറത്ത്. വേണ്ടേ നച്ചെന്നോളാ. എത്ര എന്നാലും ഇതുവരെ എല്ലാ കുട്ടികൾക്കും പണ്ട് ചെറുപ്പത്തിലും നമുക്ക് ഇതുപോലെ ഇഷ്ടമുള്ള ഒരു സാധനം മുട്ട വറുത്തതാ അല്ലേ. ഒരുപാട് വീട്ടമ്മമാരുടെ ഏക ആശ്വാസം മുട്ട വറുത്തതാ. ഒന്ന് ആലോചിച്ച് നോക്കി, മുട്ട വറുത്തത് ഇല്ലാന്ന് പറഞ്ഞ സംഭവം ഇല്ലെങ്കിൽ നിങ്ങൾ മക്കൾക്ക് എന്ത് കൂട്ടി കൊടുത്താനെ. ആഴ്ചയിൽ ഒരു 5 ദിവസത്തെ ചോറിനും കറി മുട്ട വറുത്തതായിരിക്കും അല്ലെ. എനിക്ക് ആഴ്ചയിൽ 5 ദിവസത്തെ ചോറിനും കറി മുട്ട വറുത്തതായിരിക്കും. ഇത് നമ്മുടെ മാത്രമല്ല, ഒട്ടുമിക്ക നമ്മുടെ ചെറുപ്പത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു. ഇനി മെയിൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മുട്ട വറുത്തതേ നീ ഞങ്ങളെ വളർത്തിയിടത്തോളം കൊണ്ടുവന്നു. ഇനി നമ്മുടെ മക്കളെ നീ വളർത്തിക്കൊണ്ടുപോകുന്നു. നീ ഒരു ചെറിയ പുള്ളിയല്ല, നീ ഒരു വലിയ പുള്ളിയാ. ഇതിലൊരുപാട് പേരുടെ എന്താ പറയാ ജീവനും ജീവിതവുമാണ് ഈ മുട്ട വറുത്തത്. പിന്നെ സത്യല്ലേ അമ്മയല്ലേ മുട്ട വറുത്തത് നിനക്ക് ഇഷ്ടമല്ലേ തുഗു? നിങ്ങക്ക് ഒന്നിക്കൊന്നരയുടെ മുട്ട വറുത്തല്ലേ കഴിക്കുക? പണ്ട് ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് മുട്ട വറുത്തതല്ലേ വേണ്ട എപ്പോഴും. നിനക്കോ പണ്ട് അങ്ങനെയല്ലേ? അതാണ് ഇതെല്ലാവർക്കും ഇങ്ങനെയാണ്. ഈ മുട്ട വറുത്തത് ആർക്കും ഇഷ്ടപ്പെടാണ്ടില്ല. ഇതങ്ങ് എടുത്തിട്ട് അതിനുള്ളിലും വെച്ച് ഉച്ചക്ക് അങ്ങോട്ട് ചോറ് ചെയ്യുമ്പോ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. പണ്ട് എനിക്ക് അങ്ങനെയാണ്. എനിക്ക് സണ്ടക്കും പച്ചമുളക് പരിപാടി പറ്റേയില്ല. ഉള്ളി ഒന്നും ഇടാൻ പാടില്ല. ഇവരും അതെ, ഉപ്പ് മാത്രം. കുരുമുളകൊന്നും പണ്ടിടലില്ല. നിർബന്ധിച്ചിട്ട് നോക്കും ഇവര്. എന്നിട്ട് ആർക്ക് വേണ്ടി പച്ചമുളക് ഇടണമെന്ന് അറിയില്ല. ഞങ്ങൾ ഇടണ്ടെന്ന് പറഞ്ഞാൽ ഉച്ചക്ക് തിന്നാൻ നേരത്തില്ലേ മുട്ട തുറന്ന് നോക്കുമ്പോ പച്ചമുളക് കാണുമ്പില്ല ഒരു ദേഷ്യം വരും. എന്റെ അമ്മനെ സത്യം പറഞ്ഞ അമ്മമാരെ കൊല്ലാൻ തോന്നുന്നൊരു നിമിഷം അത്. ഉച്ചക്ക് ചോറ് കഴിക്കാൻ നിൽക്കുമ്പോ മുട്ട എടുക്കുമ്പോ അതിനകത്ത് ഉണ്ടാവും പച്ചമുളക്. അപ്പൊ അമ്മനോട് ഞാൻ പിന്നെ കാത്തിരിക്കും. എന്തിനാ പറയാ, വൈകുന്നേരം 4 മണിയായിട്ട് വീട്ടിൽ വന്നിട്ട് അമ്മ ചീത്ത പറയാം. എന്നിട്ട് ഓടി വരുകൊണ്ട് അമ്മയോട് ചോദിക്കും നിന്റെ മുട്ടയിൽ പച്ചമുളക് ഉണ്ടായിരുന്നു, എന്റെ ഉണ്ടായിരുന്നു, നമുക്ക് കൊണ്ട് പറഞ്ഞു. എന്റെ വീട്ടിൽ ചെല്ലുമ്പോ അമ്മ പച്ചമുളക് ഇട്ടില്ല മുട്ടയില്. ഞാൻ പച്ചമുളകൊന്നും ഇട്ടില്ല. പിന്നെ എന്തുവാ ഉണ്ടായത്? ഒരു പച്ചമുളക് ഒരു ലേശം ഇടാണ്ട് പിന്നെ എങ്ങനെയാണെന്ന്. ഇതെന്തിനാണ് നമ്മളൊക്കെല്ലാം തിന്നാനാക്കുന്നത്? പിന്നെ ഇതിലിടുന്നത് ഞാനും അങ്ങനെ തന്നെയാണ്. പച്ചമുളക് ഉള്ളി ഒന്നും ഇടണ്ടാന്ന് പറഞ്ഞാലും ഞാൻ ഉച്ചക്കാലത്ത് നിങ്ങ ഉച്ചക്കാലത്ത് കാണുമ്പോ ദേഷ്യം വരില്ലേ?
അതല്ല അച്ഛനെല്ലാം കഴിഞ്ഞു വന്ന യുഗം ഇങ്ങനെ തന്നെയാണ്. എന്റെ ആ പച്ചവെള്ളുള്ളി അതപ്പോ അമ്മമാരെ പ്രശ്നമാണ്, നമ്മളെ പ്രശ്നമല്ല. ഉച്ചക്കത് നുള്ളിക്കളഞ്ഞ് പച്ചവെള്ളം നുള്ളിക്കളഞ്ഞിട്ടാണ് തിന്നുക. ഞാനോ എന്റെ അമ്മേനെ ഇഷ്ടമില്ലാത്തത് തീറ്റിക്കുമ്പം എനിക്ക് ദേഷ്യം പിടിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഞാനൊരു അമ്മയായപ്പോ കണ്ടില്ല. അപ്പൊ നീ എന്തിനാ പിന്നെ അതിന് പച്ചവെള്ളം ഇട്ട് കൊടുക്കുന്നു? ഞാൻ എപ്പോഴും പറയാറില്ലേ പച്ചവെള്ളം ഇട്ടുകൊണ്ട് എന്താ ഗുണം കിട്ടാനുണ്ടോ? നല്ലതൊന്നും അല്ലല്ലോ പച്ചവെള്ളം. ആദ്യമൊക്കെ പച്ചവെള്ളത്തിൽ പറയും ഇഷ്ടമുള്ള പോലെ ആക്കി കൊടുത്തേന്ന് പറയും. എന്തൊക്കെ പറഞ്ഞാലും അമ്മമാരുടെ സ്ഥലത്ത് അമ്മമാരാകണം. അപ്പോഴാണ് അതിന്റെ ഇതറിയുള്ളൂ. അച്ഛന്റെ സ്ഥലത്ത് അച്ഛനും ആകണം. അമ്മാവേ വണങ്ങാതെ ഉയിരില്ലവേ. ഒന്ന് പോയമ്മ അവിടെ നിന്ന് തന്നാലുണ്ടല്ല കടകട കടകട മല്ലിട്ട് മോഹൻ അറിയോ നീ? അമ്മ അമ്മ എന്ന് പറയുന്നത് അമ്മയാണ്. അത് ഇല്ലാണ്ടായി കഴിയുമ്പോൾ അതിന്റെ വിഷമം നഷ്ടമൊക്കെ മനസ്സിലാവുള്ളൂ ഏതൊരു കുട്ടികൾക്ക് അല്ലേ? അപ്പൊ എന്റെ മുട്ടവർത്തായിട്ടുണ്ട്. ഞാൻ അങ്ങനെ മുട്ടവർ തിന്നിട്ടെ. എനിക്കല്ലേ വെറുതെ ആഗ്രഹിച്ചു. പൊട്ടെ വിത്ത് മുട്ടക്കറി. എവിടേക്കോ മുട്ടക്കാ പൊട്ടിലേക്ക് താല്പര്യമില്ലാത്ത പോലെ ഉണ്ട്. എന്താണ് മോളെ കൂന്ന കുറുക്കനാ? എന്തിനാ കരയുന്നേ? ശ്രമം കരയുന്നുണ്ടാ? കരയുന്നൊന്നുമില്ല, വെറുതെ പറയുന്നു ചേച്ചി അല്ലേ? ആ വേഗം പൊട്ട് പൊടിക്ക് മുട്ട ഇവിടെ തിന്ന് മോല്ലേ പൊട്ട് മുട്ട എന്ന് പറഞ്ഞാളാ. അപ്പൊ ഇന്ന് ഈ പൊട്ട് മുട്ട മൊത്തം മോൻ തിന്ന് തീർക്കണം. നല്ല എഞ്ചിട പോലെ റെഡിയായി. അടിപൊളി ബിരിയാണി ഉണ്ടാക്കി. ആഹാ അപ്പൊ വ്ളോഗായിട്ട് വന്നില്ല? നീ വിളിക്കലല്ലേ? എന്നാ വിളിക്കലല്ലേ? പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി. കേക്ക് ഞാൻ കഷ്ടപ്പെട്ട് ബിരിയാണി ഉണ്ടാക്കി എന്റെ മോക്ക് കൊടുത്തു വിട്ടിട്ട് ബിരിയാണി വല്ലായി. വൈകിട്ടോട്ട് എന്നോട് പറയുന്നു പോലും ക്യാൻറ്റീനിന്ന് ഫുഡ് കഴിച്ചോ നടത്തി. ക്യാൻറ്റീനില് പൈസ കൊടുക്കാം, നാളെ പൈസ കൊടുക്കാനകത്ത് മോക്ക് വിധിയില്ല, മനസ്സിലായ? ബിരിയാണി തിന്നാനുള്ള വിധിയില്ല എന്ന് പറഞ്ഞവന്റെ സമയമായിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. കുട്ടികൾക്ക് പോകേണ്ട സമയമായി. 8:35 ഞങ്ങൾക്കും ഇത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ഇതായിട്ട് ഒരു ഷൂട്ടുണ്ട്, ഒരു ഡ്രസ്സിന്റെ വീഡിയോ എടുക്കാനുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ഇവിടെ പോകണം. എവിടെ എനിക്ക് നമ്മുടെ സ്ഥലം കോട്ടിക്കുളം. പോണം. കോട്ടിക്കുളം ഗോസ് എന്തല്ല കഴിക്കേ വേഗം കഴിക്കേ. ഒന്നുമില്ല. ആ കഴിക്കോ വേഗം കഴിക്കോ ആ വേഗം കഴിക്കോ. പ്ലേറ്റിലോട്ട് കഴിക്കേ. നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു. പോവാ റെഡി ആയില്ലേ? സെറ്റായില്ലേ? എന്നാ ഇറങ്ങാ. ഷോ എന്തെല്ലാം പണി അച്ഛൻ രാവിലെ എടുത്തിട്ട് എന്റെ മക്കളെ അച്ഛൻ സ്കൂളിൽ കൊണ്ടാക്കുന്നത്. എന്തെല്ലാം പണി അച്ഛൻ എടുത്ത് ഇവിടെ ഇരുന്നിട്ട് കണ്ടാടി കണ്ടാ ഇല്ല പിള്ളേർ കൊണ്ടാക്കാം. വാ എല്ലാം ഉണ്ട്. വാ ഇറങ്ങാ. എന്നാ പിന്നെ ഇത് ചേച്ചി ബാ ഗൈസ്. അങ്ങനെ എല്ലാത്തിനും മേയിച്ച് ഞാൻ ഇറക്കിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. കമോൺ എരിപടി ബാ കമോൺ. വേണ്ട നമുക്ക് നടന്ന് പോവാം, ടൈമുണ്ടല്ലോ. പോയി വരാം. ഓക്കെ സ്കൂളിൽ പോയി പഠിച്ച് നന്നാവട്ടെ. ടാറ്റാ. ആര് അച്ഛമ്മനോട് ടാറ്റ പറയാന്ന് പറഞ്ഞു. ആ ദേ ഒരാള് വരുന്നു. ഇതെന്താ എന്തോട്ട് ഒരാൾ വരുന്നുണ്ടല്ലോ മന്ദം. ഇന്ന് രാവിലത്തെ വ്ലോഗ് തൊട്ടേ എല്ലാവരും ഇങ്ങനെ സാധനങ്ങളായിട്ട് വരാനുള്ള. എന്താണ് വാങ്ങിയത്? പിലോപ്പി വാങ്ങിയിരിക്കുന്നു ഗൈസ്. അച്ഛൻ പിലോപ്പി. എന്തിനാണ് ചാച്ച പിലോപ്പി? വെറ്റേക്ക് പിലോപ്പി ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അച്ചാച്ച പിലോപ്പി വാങ്ങിയത് വലിയ തെറ്റായിപ്പോയി. വലിയ തെറ്റ് അല്ലേ
ഗൈസ് അപ്പൊ നമുക്ക് കുറെ ദിവസമായി ഇങ്ങനെ നടന്ന് സ്കൂളിലേക്ക് പോകുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് അല്ലേ, അങ്ങനെ വീണ്ടും അതുപോലെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. വാ, ഞങ്ങൾ നമ്മുടെ സ്ഥിരം സ്ഥലത്തെത്തി അല്ലേ. എന്തേ കാക്കത്തൂറി ഗൈസ് ഇരിക്കുന്ന സ്ഥലത്ത് കാക്കത്തൂറി. കാക്കനെ കൊണ്ടാവുന്ന പോലെയെല്ലാം കാക്ക പണി തരുന്നുണ്ട്. പിന്നെ അതെ, നമ്മുടെ നാടിന്റെ പേര് തന്നെ കാക്കത്തിരുത്തിന്ന. അപ്പൊ പിന്നെ കാക്ക എങ്ങനെയാ കാഷ്ടിക്കാതിരിക്കുക അല്ലേ. കാക്ക തൂറി എന്ന് പറയുന്നത് അപ്പിട്ടു. അപ്പൊ വണ്ടി വന്നിട്ടില്ല, വണ്ടിക്കായി കാത്തിരിക്കുകയാണ്. വണ്ടി പോയിരുന്നതോടുകൂടി ഇവരെ കയറ്റി വിടുന്നതായിരിക്കും. പിന്നെ വണ്ടി വന്ന് അതാ ഓണടിക്കുന്ന എന്താ ചെയ്യുന്ന ആ സമയത്ത്? എന്തൊട്ടിക്കാൻ? ഓഹോ, എന്നാ വാ. കമോൺ ടാറ്റ എങ്കിലോ ആ വാ എല്ലാരും വണ്ടി എത്തി. ആ ടാറ്റ പറയും. അച്ഛ വരും, സോറി. ടാറ്റ ഇന്ദ്രു. ഇന്ദ്രു പോയി. ടാറ്റാ ഇന്ദ്രു പോയി. ദുഗുവിന്റെ വണ്ടിയും വന്നു. കറക്റ്റ് ദുഗുവിന്റെ വണ്ടി അവിടെ ഉണ്ട്. ഇത്രയും നേരം അവിടെ പാടത്തും പറമ്പിലൊക്കെ നടന്ന് വീഡിയോ എടുത്തിരുന്ന നമ്മള് പെട്ടെന്ന് വണ്ടി കയറിയിരുന്നു അല്ലേ. ഈ പാലവും കണ്ടപ്പോ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാ പാലം, ഏതാണ് ആ കാണുന്ന വീട് എന്നല്ല അല്ലേ. നമ്മുടെ അമ്മമോളുടെ നമ്മൾ പറയില്ല, ഇനിയിപ്പോ നമുക്ക് നമ്മുടെ തനുവാവേന്റെ എന്ന് പറയാം. തനുവാവേന്റെ വീട് ഇവിടേക്ക് വരാനുണ്ടായ സാഹചര്യം നമ്മൾ രാവിലെ പറഞ്ഞു തോന്നുന്നു. നമുക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോകാനുണ്ടായിരുന്നു കാസർഗോഡ് കോട്ടിക്കുളം. അപ്പൊ നമ്മുടെ പിൻ സീറ്റിൽ ജിൽന ഉണ്ട്, ജിൽന ഞങ്ങളുണ്ട്. ഇനിയിപ്പോ നമ്മളോടൊപ്പം രണ്ടുപേര് കേറാനുണ്ട്. ജിൽന ഒരു ഹായലാക്ക് എന്താണ് ഇതാ വരുന്നത് രണ്ടുപേര്. എന്താ ഇതേ വരുന്നു രണ്ടുപേര്. അമ്മ ഇത് ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിലാണല്ലോ പുള്ളേ. എന്താണ് പുള്ളേത്? ബ്ലാക്കും ഒരു സൈഡില് വൈറ്റും. എന്താ പറ്റിയത്? എത്താത്തോണ്ട് എന്താ സംഭവിച്ചതാ? എത്താത്തോണ്ട് എന്താ അവളെന്താ ഓടിപ്പോയി? അതായിരിക്കും. എന്തുവാടി രണ്ടാളും ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിലൊക്കെ ഇറങ്ങിയൊക്കെ അല്ലേ? എന്താ നല്ല ലുക്കാ. എന്തെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ മുഖത്തെന്താണ് കുരു? എന്താ ഒരുപാട് ഇങ്ങനെ ചക്ക പോലെ കുരുവായിട്ടുണ്ടല്ലോ. ആരാ നിന്നെ മോഹിക്കുന്നത്? മോഹക്കുരു തുറന്നിട്ടുള്ളേ. അത് നീ നിക്ക്, ഞാനും വരുന്ന അങ്ങോട്ട്. ഞാനും വരട്ടടി. നിങ്ങള് ഞങ്ങളുടെ കുഞ്ഞുവാവനെ ഒന്ന് വീണ്ടും കാണാൻ വേണ്ടി വന്ന് ഇപ്പൊ ഒന്ന് കണ്ണു തുറന്നു കുഞ്ഞുവാവ. എന്നിട്ട് ആവർത്തണ്ട തുറന്നിട്ട് ഇപ്പൊ വീണ്ടും ഉറങ്ങി. അയ്യോടാ നിങ്ങൾ ഉറങ്ങിയണ അത് പറ്റിക്കണ ഞങ്ങളാ. ഉറങ്ങിയ പോലെ എടുക്കാണല്ലോ തുറക്കുന്നുണ്ടടി. നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ട, കിടന്ന് ഉറങ്ങിക്കോട്ട് പാവം. എൻ്റെ അമ്മ ഇവിടെ ഉണ്ട്. അധികം ഉറക്കണേക്കണ്ട, കുഞ്ഞുറങ്ങിക്കോട്ട്. ഞങ്ങൾ നീ ചോറ് കഴിച്ചോ, നമുക്ക് പോവാം. ഞങ്ങള് വേറെ വഴിക്ക് വന്നതാ, ഞങ്ങൾ പോട്ടെ. എന്നാ ശരി. ഇതെന്താടി ഇത്? എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. സംഭവം ഇത് ഭയങ്കര ലുക്കില മുടിയൊക്കെ നേരത്തെ പറയുന്നതാണ്. ഇതൊക്കെ ഇട്ടിട്ട് ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ അളിയന്റെ ഇതെല്ലാം കേൾക്കേണ്ടി വരും. മോനത് എവിടെ നിന്ന് ഒപ്പിച്ച് ഷർട്ട് കൊള്ളാട്ടാ, രസമുണ്ട്. നല്ല രസമുണ്ട്. പക്ഷെ നല്ലുണ്ട്. പക്ഷെ പൊളിച്ച് പോവാന്നാ. പിന്നെ എന്നാ കേറ്, വണ്ടി എടുക്ക്. ഇതിപ്പോ ബ്ലാക്ക് വണ്ടി, ബ്ലാക്ക് അളിയൻ മൊത്തം പൊളിച്ച്. ബ്ലാക്ക് പെങ്ങള് വിട്ടോ. പോവാതില്ല ബാ ഗൈസ്. അപ്പൊ ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി കോട്ടിക്കുളം പോയിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടിക്കുളത്ത് നിന്ന് അല്ലേ. അപ്പൊ കോട്ടിക്കുളത്ത് നമുക്കൊരു വീഡിയോ എടുക്കാനുണ്ട്. അപ്പൊ ആ വീഡിയോ എടുക്കാനാ പോകുന്നത്. അതിൽ ഇനി കാര്യമായിട്ട് നമുക്ക് വ്ളോഗിലൊന്നും കാണിക്കാനൊന്നും ഇല്ല. ഈ വ്ളോഗ് രാവിലെ തുടങ്ങിയതാണ്. അപ്പൊ വീട്ടിലെ നികിട പുട്ടും മുട്ടയിൽ നിന്ന് തുടങ്ങിയ വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോയാണ്. അപ്പൊ നമുക്ക് എന്തായാലും പുതിയ വ്ളോഗായിട്ട് വീണ്ടും കാണാം. തൽക്കാലം ഈ വ്ളോഗാണ് അതിന്റെ പഠിക്കാം അല്ലേ. വ്ളോഗ് തീരെയാണ് രാവിലെ തുടങ്ങിയ വ്ളോഗാ. കുറച്ച് തగ్గലടിക്കാൻ അപ്പൊ ഇനിയിപ്പ എന്താ പറയാ, ഈ വ്ളോഗ് ഇപ്പൊ വൈൻഡപ്പ് അടിച്ചില്ലെങ്കിലേ ഇനി കോട്ടിക്കുളം എത്തുന്നിടത്തോളം സൺഡേ ചളിയായിട്ട് നിങ്ങൾ ചാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ വെച്ച് എന്തായാലും നമുക്ക് അല്ലെങ്കിൽ ചളികായിട്ട് സൺഡേ നിക്ക് ചിരിച്ച് ചാവും.
സൺഡേ എന്തെങ്കിലും പറഞ്ഞാ മതി എനിക്ക് അപ്പ ചിരി കൊടുക്കും. ഞാൻ ഒന്ന് അനക്കിയാ മതി, അവളെ അവിടെ നിന്ന് ചിരിച്ചോളും. താക്കോല്. അപ്പൊ എന്തായാലും ഇവരെന്തെങ്കിലും ആകട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് ഈ തൽക്കാലം വ്ളോഗും അതിന്റെ പഠിക്കാം. ഞങ്ങളെയൊക്കെ അപ്പൊ കാണിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. കാണിച്ചല്ല അപ്പൊ അടുത്ത വീഡിയോ അളിയന്റെ വണ്ടി ഓടിക്കുന്നുണ്ട് അല്ല അളിയാ. പേയ്മെന്റ് ചെയ്യാൻ പാടില്ല, ചതിയായി പോയി. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ടാറ്റ. ടാറ്റ ബൈ ബൈ. അളിയാ ഒരു ടാറ്റ പറഞ്ഞേ. ടാറ്റ. മഞ്ചൻ കൊള്ളാ. തന്റെ ശ്രദ്ധിക്കണേ. നമ്മളെ ചേട്ടാ, രണ്ട് കണ്ണും നിർമ്മലാന്ന് സണ്ടാളിയനിങ്ങനെ തിന്നാൻ കൊടുത്ത് വയറിങ്ങനെ കയറ്റു അളിയന്റെ. അതിനാണ് എന്റെ ആശ്വാസം. അപ്പൊ വയറങ്ങനെ കുമ്പക്കുടലിനാക്കുക അല്ലേ? ആ വയറാണ് എന്റെ ആശ്വാസം. ഓക്കെ എന്നാ ശരി എന്നാ നീ അങ്ങനെ ആശ്വാസപ്പെട്ടിരിക്കും അല്ല അളിയാ. ഓക്കെ ബൈ ബൈ. ടാറ്റ.